കുറച്ച് ദിവസമായിട്ട് കമന്റ് ബോക്സ് മൊത്തം മണ്ണ് കൊണ്ടുള്ള ക്ലേ ഉണ്ടാക്കാനുള്ള റിക്വസ്റ്റ് ആണ്. നമ്മുടെ ക്യൂട്ടീസ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളും ട്രെൻഡിനൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ മണ്ണ് തപ്പി ഇറങ്ങിയതാണ്. ഏത് മണ്ണും പറ്റൂട്ടോ. ഞാൻ മണ്ണ് മാത്രമല്ല, എനിക്കൊരു പറ്റിയൊരു സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. അപ്പൊ അതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ പണിയായുധങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുക്കാം. ഡസ്റ്റ് പാൻ എടുക്കുന്നുണ്ട്, അതേപോലെ ഗാർഡൻ സ്പേഡ് എടുക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഇവനെയും കൂടി എടുക്കുന്നുണ്ട്, എന്തേലും ആവശ്യം വന്നാലോ. ഇനി വേണ്ടത് ബക്കറ്റാണ്. അത് റെഡിയാണ്. അപ്പോൾ 2 ബക്കറ്റ് എടുക്കുന്നുണ്ട്, കൂടെ ഇവനും കൂടി ഇരിക്കട്ടെ. ഇനി മണ്ണ് കളക്ട് ചെയ്യണം. ഇതാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ച സ്പോട്ട്. അപ്പം നമ്മളെ ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഹാൻഡ് കൾട്ടിവേറ്റർ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഈ മണ്ണ് നമ്മളെ ബക്കറ്റിലേക്ക് മാറ്റാം. ഈ മണ്ണിന്റെ കളർ നിറഞ്ഞൊരു ബ്രൗൺ ടച്ച് കൂടുതലാണ്. ഞാൻ ഇതൊരു ബക്കറ്റിന്റെ പകുതിയോളം എടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും ഏതെങ്കിലും ഒരു തരം മണ്ണ് വെച്ചിട്ടാണ് ക്ലേ ഉണ്ടാക്കാറ്. നമുക്ക് ഇത്തവണ 2 ടൈപ്പ് മണ്ണ് മിക്സ് ചെയ്തിട്ട് ക്ലേ ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതിലേക്ക് റെഡ് കളറുള്ള കുറച്ച് മണ്ണ് കൂടി ഒന്ന് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ബക്കറ്റ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിലുള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് മുകളിലേക്ക് കിട്ടും. അത് നമുക്കൊന്ന് എടുത്ത് കളയാം. നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് കൈ കൊണ്ട് എടുത്ത് മാറ്റാം. ഇത് കാണുന്നില്ലേ, നിങ്ങളുടെ വേര് കല്ലൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇഷ്ടംപോലെ ഉണ്ട്, ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി വേറൊരു ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ടവൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന പീസ് ബക്കറ്റിൻ്റെ അടിയിലേക്ക് വരുന്ന തരത്തിൽ വെച്ചാലും മതി. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ബാലൻസ് ഉള്ള വേസ്റ്റ് ഒക്കെ നമുക്ക് ഈ തോർത്തിൽ ഇങ്ങനെ കിട്ടും. അത് നമുക്ക് എടുത്ത് മാറ്റാം. അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് ഇതിലുള്ള വെള്ളം മാത്രമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ബക്കറ്റിൽ മണ്ണുണ്ടെങ്കിൽ അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാനത് കംപ്ലീറ്റ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട്. അഥവാ എന്തെങ്കിലും വേസ്റ്റ് ബാലൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു തോർത്ത് ഇതൊന്ന് മാറ്റാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ മുകളിലും മണ്ണൊക്കെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് മാറ്റാം. ശ്രദ്ധിച്ച് മാറ്റാം. ഇളക്കി കളിക്കാൻ പാടില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ഇതേപോലെ കളയാം. ബക്കറ്റൊക്കെ ഒന്ന് ചെരിച്ചെടുത്ത് അതിലൊക്കെ കുറേ വെള്ളം കിട്ടും, അങ്ങനെയൊക്കെ കളയാം. എന്നാലും അടിയിൽ വെള്ളം ബാക്കി ഉണ്ടാവും. അത് നമുക്ക് സ്പഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടൊക്കെ കളയാൻ പറ്റും. എന്നാലും ബാലൻസ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പോലെ ബക്കറ്റിൽ കോട്ടൺ തുണി വെച്ചിട്ട് അതുവഴി അരിച്ചെടുക്കാം. എന്നിട്ട് കിഴി കെട്ടി വെക്കാം. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു അടുപ്പ് പോലെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ നമ്മളൊരു തുണി വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് അടുപ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു തോർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇത് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബക്കറ്റിലുള്ള ക്ലേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ക്ലേയും വാട്ടറും ഉണ്ടാവും. അപ്പോൾ വാട്ടർ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാൻ പറ്റും. ഇതിങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഒഴിവായി കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പൊ ഇത് ഏകദേശം കുറേ സമയം കഴിഞ്ഞെടുത്തപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഉണ്ടാവും ചെറുതായിട്ട്. ആ വെള്ളമൊക്കെ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ നമുക്ക് എന്തായാലും കളയണം, എന്നാലേ ഇത് സെറ്റായി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എത്രത്തോളം വെള്ളം ഉണ്ട് നോക്കാം. ഇത് കാണുന്നില്ലേ, കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് ഈ ഒരു തുണിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം അതേപോലെ വെക്കാം. സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ആ തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ വെച്ചാൽ മതി. അധികം വെയിലൊന്നും കൊള്ളിക്കണ്ട, അധികം ഡ്രൈ ആയി പോകാൻ പാടില്ല. അതുകൊണ്ടാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഏകദേശം സെറ്റായി കിട്ടിയിട്ടുണ്ട്. അധികം ഡ്രൈ ആയിട്ടൊന്നുമില്ല.
അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തുണി വെച്ചിട്ട് തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ച് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ക്ലേ സൂപ്പറായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു കവറിലേക്ക് മാറ്റാം, പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് എയർ കിടക്കാത്ത ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.